അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ജേർണൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ഇതുവരെയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൽ സ്റ്റിക്കർ സ്റ്റാമ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റായിട്ട് തന്നെ സ്റ്റിക്കർ സ്റ്റാമ്പ്സാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഇത്രയൊക്കെ വരച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറും ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ 3 എണ്ണം അങ്ങനെ വരച്ച് കൊടുത്തു. ഇനി താഴത്തൊക്കെ ആയിട്ട് എന്ത് ഡിസൈൻ ചെയ്യുന്നതാണ് എനിക്കൊരു ഡൗട്ട്. ഓരോ ഡിസൈൻസ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ ഒരു ഇല പോലൊരു കണ്ട് മനസ്സിലാക്കുക, എനിക്കത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കളർ ചെയ്തു. ഇനി ആകെ ഒരെണ്ണം മാത്രമാണ് വരച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അവിടെ ആയിട്ട് 2 ജെറിയാണ് വരച്ച് കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിട്ട് തന്നെ നമ്മൾ കവായി സ്റ്റിക്കേഴ്സാണ് വരച്ച് കൊടുക്കാൻ പോണത്. അപ്പം ഞാൻ കവായി സ്റ്റിക്കേഴ്സൊക്കെ അങ്ങനെ വരച്ചെടുത്തു. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കണം. അതേപോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഔട്ട്ലൈനൊക്കെ ജസ്റ്റ് ആ പെൻസിലും കൊണ്ട് എഴുതിയത് ജസ്റ്റൊക്കെ ഒന്ന് മായ്ച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പെൻസിലും കൊണ്ട് വരച്ചിട്ട് പിന്നെ പെന്നും കൊണ്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇങ്ങനെ നമ്മൾ ഇനി ഒരെണ്ണം മാത്രം വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ അതിൻ്റെ കണ്ണും മൂക്കും വരച്ച് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ കവായി സ്റ്റിക്കേഴ്സൊക്കെ വരച്ചെടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് വാട്ടർ കളർ കൊണ്ട് കളർ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൽ തന്നെ ആയിട്ട് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി കുറച്ച് വൈറ്റ് കളറും കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ വാട്ടർ കളറിൻ്റെ കോലൊന്നും നോക്കണ്ട, ആകെപ്പാടെ കൊളായിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ അതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അതേതെങ്കിലുമൊക്കെ ഒരു ദിവസം ക്ലീൻ ആക്കണം. ഇപ്പം അതിനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞാനങ്ങനെ പിങ്ക് ഷെയ്ഡ് കളർ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തു. അപ്പോൾ നമ്മളതിന് ശേഷം നമ്മളുടെ കവായി സ്റ്റിക്കേഴ്സിനെ ഒന്ന് നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ റിബൺ പോലത്തെ സംഭവത്തിലാണ് നമ്മൾ കളർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ കളർ ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. എൻ്റെ ഉമ്മക്ക് കാണിച്ചു കൊടുത്തപ്പോഴും ഉമ്മ നല്ല ഭംഗിയുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഉമ്മ പറഞ്ഞു, ഇനി പ്രിൻ്റ് എടുക്കുക, സ്റ്റിക്കർ മേടിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ് ഉമ്മ പറയുന്നത്. എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ വരച്ചത് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേറെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് പാറ്റേൺ പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പലതര കളറായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ അങ്ങനെ റെഡിയാക്കി. അടുത്തത് നമുക്ക് ലേബൽസ് സെറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്.
അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ലാബൽസിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് ലാബൽസിനായിട്ട് കുറച്ച് ഡ്രോയിങ്സൊക്കെ വരച്ചെടുക്കാം. ഡ്രോയിങ് മീൻസ് അതിന് പറ്റിയ കുറച്ച് ഡ്രോയിങ്സൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലാബൽസിൻ്റെ കുറച്ച് ഡ്രോയിങ്സൊക്കെ ചെയ്തെടുത്തു. ഇനി അതിൽ കളറാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ പലതരം ഡ്രോയിങ്സൊക്കെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാബൽസിൻ്റെ ഡ്രോയിങ്സും അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം ഗൈസ്. അപ്പം നമ്മൾ ലാബൽസിൻ്റെ ഒരു പേപ്പറത്തെ കളറൊക്കെ ചെയ്തെടുത്തു. ഇനി 3 പേപ്പേഴ്സൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ കളറൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് നമ്മൾ സെറ്റാക്കി. ഇത് നന്നായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇതാണ്. അപ്പോൾ ഒരു പേർപ്പിൾ കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ലാബിൾസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് തന്നെ. പിന്നെ ഇതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, അടിപൊളിയൊക്കെ ആയിട്ടുണ്ട്. ഇത് തലതിരിച്ചിട്ടാണ് ഞാൻ പിടിച്ചത്. അത് കുഴപ്പമില്ല. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടത്. എന്താണാവോ, എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഗൈസ് പോളറോയിഡ്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ പോളറോയിഡ്സിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി. ഇനി ഞാൻ അതിലൊരു യെല്ലോ കളറാണ്, അപ്പോൾ ലൈറ്റ് കളർ യെല്ലോ കളറൊക്കെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, ഞാനങ്ങനെ സ്ട്രോബെറീസൊക്കെ വരച്ചെടുത്തു. ഇനി അതിൻ്റെ ലീഫ് മാത്രമാണ് വരയ്ക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഗ്രീൻ കളറൊക്കെ ലീഫ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ കളറൊക്കെ ആക്കിയെടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഓരോ മോഡലൊക്കെ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ വരച്ചു എന്നുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ചെറിയാണ് വരച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്, എന്നിട്ട് ചെറി വരച്ച് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെറിയാണ് ഗായ്സ്, അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത പോളറോയിഡിന് വേണ്ടിയിട്ടുള്ള കളർ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശന്നു, മീൻസ് ചെറുതായിട്ടൊക്കെ വിശന്നപ്പോൾ ഞാൻ തങ്കുല് കഴിക്കുകയാണ് ഗൈസ്. അത് ഞാൻ വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഗൈസ്, വെറുതെ ഷോക്കാട്ടാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പോളറോയിഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പോളറോയിഡ് മീൻസ് ഇതാണ്. ഇതെനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു, ഈ ഒരു സ്ട്രോബെറീൻ്റെ പോളറോയിഡ്. ബട്ട് ഇതിൽ കുറച്ച് കുറവുണ്ട്, കുറച്ച് കുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് വരച്ച് കൊടുത്തു. കണ്ടു, ഇപ്പം അതിൻ്റെ കുറവൊക്കെ മാറി. അപ്പോൾ ഇത് നമ്മളുടെ പോളറോയിഡ് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ സ്ട്രോബെറി പോളറോയിഡ് ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ പോളറോയിഡാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാതും 4 വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പോളറോയിഡ്. എനിക്ക് ഓരോന്നും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ വാഷി സ്റ്റിക്കേഴ്സൊക്കെ, അതിൽ വാഷി സ്റ്റിക്കേഴ്സാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിനി അതിലൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടിരിക്കുകയാണ് ഞാൻ.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഈ നമ്മൾ ഉണ്ടാക്കിയ സപ്ലൈസും കൊണ്ടൊക്കെ നമുക്കിതിൽ ജേണൽ ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഏത് ഇത് തിരഞ്ഞെടുക്കുമെന്നാണ് എനിക്കറിയാത്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കളർ ചൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു 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 ഐഡിയ കിട്ടുന്നില്ല. ഇതിലേത് ചൂസ് ചെയ്യണമെന്നാണ് എനിക്കറിയാത്തത്. എനിക്ക് പേർപ്പിൾ കളർ ചൂസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഇതന്നെ വേണോ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാമെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞത് ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് എനിക്കറിയില്ല. എന്തായാലും ഗ്രീനാണ് ചൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും ഗ്രീൻ തന്നെ ഒട്ടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫെവി സ്റ്റിക്കും കൊണ്ട് ഒട്ടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു. ഇനി പോളറോയിഡാണ് കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു ചെറീൻ്റെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. പോളറോയിഡ് ഞാൻ ഒട്ടിക്കില്ലേന്നൊന്നും വിചാരിക്കേണ്ട, ഒട്ടിക്കും. ഫസ്റ്റ് ഇത് ഒട്ടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ലേബൽസ് ഒട്ടിച്ചു. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ലേബൽ. അപ്പോൾ അതന്നെ ഫസ്റ്റ് ജേണലിൽ ഒട്ടിക്കാൻ വിചാരിച്ചിട്ട് അതന്നെ ഒട്ടിച്ചു. പിന്നെ നമ്മളുടെ വാഷി സ്റ്റിക്കേഴ്സ് അത് ഒട്ടിച്ചു ഗൈസ്. ഇനി നമുക്ക് പോളറോയിഡൊക്കെ ഒട്ടിക്കെടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ സ്റ്റിക്കർ സ്റ്റാമ്പിൽ അതാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഡബിൾ സൈഡ് ടാപ്പ് അതിലൊട്ടിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ സ്റ്റിക്കറിൽ ഞാൻ ഇതാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് ഒട്ടിച്ചു ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ജേണൽ സപ്ലൈസും കൊണ്ട് ഉണ്ടാക്കിയ ജേണൽ ലിങ്ക് ഇന്നത്തെ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.